നമസ്കാരം. മിഴിയോരം യൂട്യൂബ് ചാനലിൻ്റെ ആദ്യ ലോങ് വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. മഹാദേവൻ്റെ അനുഗ്രഹത്താൽ യാത്ര ആരംഭിച്ച ഈ ചാനലിൽ എന്നോടൊപ്പം ചേർന്ന എല്ലാവർക്കും ആദ്യം തന്നെ ഒരുപാട് നന്ദി അറിയിച്ചുകൊള്ളുന്നു. ശ്രീ മഹാദേവൻ്റെയും ശ്രീ പാർവതി ദേവിയുടെയും അഗാധമായ പ്രണയം അറിയാത്തവരായി ആരുമില്ല. ശ്രീ പാർവതി പരമേശ്വരന്മാരെ പോലെ എന്നും ഒന്നായിരിക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ് പരസ്പരം ആത്മാർത്ഥമായി പ്രണയിക്കുന്ന ദമ്പതിമാർ. എന്നാൽ പല കാരണത്താലും ദമ്പതിമാർക്കിടയിൽ നിരവധി ചെറുതും വലുതുമായ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. എന്നാൽ ഭഗവാന്റെ അനുഗ്രഹത്താൽ അവയെ മറികടക്കാനും ശ്രീ പാർവതി പരമേശ്വരന്മാരെ പോലെ എന്നും ഒന്നായിരിക്കുവാനും അവർക്കും കഴിയും. ചെറുതും വലുതുമായ ധാരാളം വഴിപാടുകൾ നാം ശിവക്ഷേത്രങ്ങളിൽ നടത്താറുണ്ട്. എന്നാൽ അധികം ആരും തന്നെ ശ്രദ്ധിക്കപ്പെടാതെ പോയ ഒരു ചെറിയൊരു വഴിപാടിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ദയവായി സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവനായി കാണുക. വഴിപാട് എന്താണ് എന്ന് പറയുന്നതിന് മുൻപായി അതിന് പിന്നിലുള്ള ഒരു ചെറിയൊരു കഥ പറയാം. ആ കഥ ഇതാണ്. മഹാദേവൻ്റെ ആദ്യ പത്നിയായിരുന്ന സതീദേവി തൻ്റെ പിതാവായ ദക്ഷ മഹാരാജാവ് നടത്തുന്ന മഹായാഗത്തിൽ തൻ്റെ പതിയായ മഹാദേവനെ ക്ഷണിക്കാത്തതിൽ അതീവ കോപാകുലയായി ദക്ഷയാഗവേദിയിൽ എത്തിച്ചേരുന്നു. തൻ്റെ ഭർത്താവിന് ലഭിക്കാത്ത പരിഗണനയും സ്ഥാനവും തനിക്കും വേണ്ട എന്ന് പറഞ്ഞ് ദക്ഷയാഗവേദിയിലെ ഹോമാഗ്നിയിൽ സ്വയം ആത്മാഹൂതി ചെയ്തു സതീദേവി. കൈലാസവാസൻ തൻ്റെ പ്രിയതമയുടെ വിയോഗം താങ്ങാൻ കഴിയാതെ ദക്ഷമഹായാഗത്തിൽ ആ യാഗവേദിയിൽ എത്തിച്ചേരുകയും അഗ്നിയിൽ ആണ്ടുപോയ സതീദേവിയുടെ ശരീരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തൻ്റെ കോപം ശമിക്കുവോളം രുദ്രതാണ്ഡവ നൃത്തം ആടുകയും ചെയ്തു. താണ്ഡവ നൃത്തത്തിൻ്റെ അവസാനം സ്വയം ധ്യാനത്തിലേക്ക് പോയ മഹാദേവൻ്റെ കഠിനമായ തപസ് ഭൂമിയുടെ സന്തുലിതാവസ്ഥയെ പ്രതികൂലമായി ബാധിക്കുകയും ദേവന്മാർ ബ്രഹ്മാവിൻ്റെ നേതൃത്വത്തിൽ യോഗം ചേരുകയും ചെയ്തു. മഹാദേവൻ്റെ തപസ് ഇത്തരത്തിൽ മുന്നോട്ടു പോയാൽ ഭൂമി തന്നെ വെന്തു വെണ്ണീറായി പോകുമെന്ന ബ്രഹ്മാവിൻ്റെ അഭിപ്രായം എല്ലാ ദേവന്മാരും അംഗീകരിക്കുകയും മഹാദേവൻ്റെ തപസ് അവസാനിപ്പിക്കുവാനുള്ള മാർഗങ്ങൾ തേടുകയും ചെയ്തു. തദവസരത്തിൽ സതീദേവി ശ്രീ പാർവതിയായി പുനർജനിച്ച് ശ്രീ മഹാദേവന് വേണ്ടി തപസ്സനുഷ്ഠിക്കുകയായിരുന്നു. ദേവന്മാർ പ്രണയത്തിൻ്റെ ദേവനായ കാമദേവനെ സമീപിക്കുകയും തപസ്സിൽ നിന്നും ശിവഭഗവാനെ ഉണർത്താനുള്ള സഹായം അഭ്യർത്ഥിക്കുകയും ചെയ്തു. ശ്രീ പാർവതി ദേവിയുടെ സാന്നിധ്യത്തിൽ കാമദേവൻ്റെ ബാണമേറ്റ് മഹാദേവൻ കണ്ണു തുറക്കുകയും പാർവതി ദേവിയിൽ അനുരാഗമുണ്ടാകുകയും ചെയ്തു. ശ്രീ പാർവതി ദേവി മഹാദേവന് വേണ്ടി തപസ്സനുഷ്ഠിച്ചിരുന്ന സമയത്ത് മഹാദേവനെ സങ്കല്പിച്ച് ശിവലിംഗത്തിൽ പുഷ്പാർച്ചന നടത്തുകയുണ്ടായിരുന്നു. ആ പുഷ്പങ്ങളാണ് എരിക്കിൻ പൂവ്. ഇതേ എരിക്കിൻ പൂവ് തന്നെയാണ് ഹാരമായി മഹാദേവന് ശ്രീ പാർവതി പരിണയ സമയത്ത് മഹാദേവന് ദേവി സമർപ്പിച്ചത്. സ്വന്തം കരങ്ങളാൽ മഹാദേവന് വേണ്ടി പാർവതി ദേവി കോർത്തെടുത്ത എരിക്കിൻ പൂവ് ഹാരം മഹാദേവനെ അണിയിക്കുകയും തങ്ങളുടെ പ്രണയത്തിൻ്റെയും ജീവിത സാഫല്യത്തിൻ്റെയും പ്രതീകമായി എരിക്കിൻ പൂവ് മാറുകയും ചെയ്തു. ഏറെ നാൾ വാടാതെ നിലനിൽക്കാനുള്ള കഴിവ് എരിക്കിൻ പൂവിനുണ്ട്. മഹാദേവന് ഏറെ പ്രിയപ്പെട്ട പുഷ്പമായ എരിക്കിൻ പൂവ് ഹാരം മഹാദേവന് സമർപ്പിക്കുന്നതാണ് ആദ്യം പറഞ്ഞ വഴിപാട്. ഇനി വ്രതനിഷ്ഠയോടുകൂടി എരിക്കിൻ പൂവ് ഹാരം എങ്ങനെ ഭഗവാന് സമർപ്പിക്കാം എന്നാണ് അടുത്ത് പറയാൻ പോകുന്നത്. എല്ലാ മലയാള മാസവും തിരുവാതിര നാളിൽ പുലർച്ചെ നിർമ്മാല്യ ശേഷം ഭഗവാന് സ്വന്തം കരങ്ങളാൽ തയ്യാറാക്കി എരിക്കിൻ പൂവ് ഹാരം സമർപ്പിച്ചു നോക്കൂ. 7 മാസം തുടർച്ചയായി ഈ വഴിപാട് ചെയ്യുന്നത് ഭാര്യാഭർത്തൃബന്ധം ദൃഢമാക്കാനും ആരോഗ്യകരമായ ഒരു കുടുംബജീവിതം നയിക്കാനും നിങ്ങളെ സഹായിക്കും. വിവാഹം കഴിഞ്ഞ ദമ്പതിമാർക്കും വിവാഹത്തിൽ തടസ്സങ്ങൾ നേരിടുന്നവർക്കും ഈ വഴിപാട് നടത്താവുന്നതാണ്. 7 അല്ലെങ്കിൽ 21 ഈ കണക്കിലാണ് വഴിപാട് നടത്തേണ്ടത്. ഒന്നുകിൽ 7 മാസം അല്ലെങ്കിൽ 21 മാസം. തിരുവാതിര ദിനത്തിൻ്റെ തലേ ദിവസം ഒരു നേരം നെല്ലരി ആഹാരം കഴിച്ച് പൂർണ്ണ മനസ്സോടുകൂടി വ്രതം നോക്കി പിറ്റേന്ന് തിരുവാതിര നാളിൽ കുളിച്ച് എരിക്കിൻ പൂവ് ഹാരം കോർത്ത് ശിവക്ഷേത്ര ദർശനം നടത്തി വഴിപാട് സമർപ്പണം ചെയ്ത് തങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമേകണേ മഹാദേവ എന്ന് ഉള്ളു നിറഞ്ഞ് പ്രാർത്ഥിക്കുക. ആത്മാർത്ഥതയോടുള്ള പ്രാർത്ഥന മഹാദേവൻ തീർച്ചയായും സ്വീകരിക്കും.
1000-ഓ 10,000-ഓ പണം മുടക്കി നടത്തുന്ന ഏതൊരു വഴിപാടിനേക്കാളും മികച്ച ഫലം നൽകാൻ ഇതിന് കഴിയും. കൃത്യമായ വ്രതനിഷ്ഠ പാലിക്കാൻ കൃത്യമായി നിങ്ങൾ ശ്രദ്ധിക്കുകയും വേണം. ഇനിയും നിരവധി അറിവുകൾ ഈ ചാനൽ വഴി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ. ശംഭോ മഹാദേവ.